നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 22 തീയതി 1201 ആണ്ട് കർക്കടക മാസം 6 തീയതി ബുധനാഴ്ച. ഇന്ന് ചോതി നക്ഷത്രമാണ്. നവമിയാണ് തിഥി. ചോതി നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. ബുധനാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ ശുഭദിനമാണ്, നല്ല ദിവസം. ദിവസങ്ങളിൽ നല്ലവൻ എന്ന് വേണമെങ്കിൽ പറയാം ബുധനെ. കാരണം എല്ലാ പ്രവൃത്തികൾക്കും സപ്പോർട്ട് ചെയ്യുന്നവനാണ് ബുധൻ. മറ്റേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് റിസൾട്ട് കിട്ടാതെ ആവും. നമ്മൾ ചെയ്യാതെ അല്ല, പലപ്പോഴും ഒരാൾ രക്ഷപ്പെടാതെ പോകണ എന്തുകൊണ്ടാണ്? അവരിൽ നിൽക്കുന്ന ആ ഗ്രഹം അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവൻ വളരൂല. എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് ഓരോന്ന് ചെയ്യുന്നത്. രക്ഷപ്പെടുന്നവർ കുറച്ചായി പോവും. കാരണം ചെയ്യുന്ന സമയത്ത് ആ നിൽക്കുന്ന ഗ്രഹം സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് പുരോഗതി ഉണ്ടാവണേ. അപ്പോൾ ഇന്ന് നമ്മളിൽ നിൽക്കുന്ന പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഗ്രഹമായ ബുധൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ദിവസമാണ്. സപ്പോർട്ടീവായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിജയിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് നേട്ടം വരുമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഇറങ്ങുന്നതാണ്. നമുക്ക് ഉത്സാഹം ഉണ്ടാവും. നേട്ടമില്ലാതെ വരുമ്പോൾ, കോട്ടം വരുമ്പോഴാണ് നമ്മൾ തളർന്നു പോകണേ. നമ്മൾ മാറ്റി വയ്ക്കാനൊക്കെ ഇടവരണേ, ടയേർഡാവും. അപ്പോൾ ഇന്ന് എല്ലാത്തിനും കൊള്ളാവുന്ന നല്ലൊരു ദിവസത്തെ പ്രദാനം ചെയ്തു തന്നിരിക്കുകയാണ്. അതുപോലെ കർക്കിടക മാസത്തിലെ ചോതി നക്ഷത്രം ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ജന്മനാളിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഒരു വർഷത്തിൽ ജന്മനാൾ ഒന്നേ വരുള്ളൂ. എല്ലാ മാസത്തിലും നമ്മളെ നക്ഷത്രം വരും. അതിനെ പക്കപ്പിറന്നാളെന്ന് പറയും. പിറന്നാൾ ഒന്നേ വരത്തുള്ളൂ. അത് വരുന്നതിനനുസരിച്ച് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കാം. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ അനുകൂലപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. എന്തൊക്കെ ഗുണഫലങ്ങൾ വരും? ഉദ്യോഗമില്ലാത്തവരാണെങ്കിൽ ഉദ്യോഗം കിട്ടും. ഉദ്യോഗത്തിന് ഇങ്ങനെ ശ്രമിച്ച് ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ജോലി കിട്ടും. ജോലിയിലിരിക്കുകയാണ്, ഗ്രോത്ത് ഇല്ല, ഇൻക്രിമെൻറ്റോ പ്രമോഷനോ ഒന്നുമില്ല, അവർക്ക് പ്രമോഷൻ കിട്ടും. അതുപോലെ ബിസിനസ് ആദി കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. ബിസിനസ് ഡെവലപ്മെൻ്റ് ഇല്ല, അങ്ങനെയുള്ളവർക്ക് ബിസിനസ് പുരോഗതി ഉണ്ടാവും. ഇല്ല, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ അനുകൂലപ്രദമായ സമയമാണ്. പഠിക്കുന്ന കുട്ടികൾ, പഠിത്തത്തിന് പല പ്രാവശ്യമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ റിസൾട്ട് കിട്ടാതിരിക്കുന്നവർക്ക് നല്ല റിസൾട്ട് കിട്ടും. പുതിയ കോഴ്സുകൾ തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളിലേക്ക് മാറാനോ ഒക്കെ അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് അനുകൂലപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം നല്ല ദിവസമെന്ന് പറഞ്ഞു. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലം നോക്കിയിട്ട് ഇറങ്ങണേനാണ്. ഒരു കാര്യത്തിന് തിരിക്കുന്നതിനാണ് രാഹുകാലം. 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാലം 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യൂല. 12:29 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ 29 മിനിറ്റ് കഴിഞ്ഞിട്ടേ രാഹുകാലം തുടങ്ങുള്ളൂ. ശരിക്ക് 12:29 തൊട്ട് തുടങ്ങും. 2 മണി 1 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ നോക്കിക്കോളുക, കലണ്ടറിൽ കണ്ടിട്ട് രാഹുകാലം എടുക്കരുത്. എടുത്താൽ നമ്മൾ ചിലപ്പോൾ രാഹുകാലത്തിലായിരിക്കും ഓരോന്ന് ചെയ്യണേ. അത് നമുക്ക് പോസിറ്റീവായിട്ട് വരത്തില്ല. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 10 മണി 57 മിനിറ്റ് തൊട്ട് 12:31 വരെ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന ഗുളികോദയ സമയം. അതുപോലെ തന്നെ 7 മണി 50 മിനിറ്റ് തൊട്ട് 9:24 വരെ
യമകണ്ഠകാല സമയം. ഈ 2 സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതേപോലെ ഇന്ന് അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 12 മണി 7 മിനിറ്റ് തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കും. 12 മണി 29 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തം, 12 മണി 55 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇതിനിടയ്ക്ക് ഒരു 4 മിനിറ്റേ കൊള്ളാതെ ഉള്ളൂ. അതുപോലെ നമ്മളിന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രത്യേകിച്ച് പച്ച കളറ് വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുന്നതും അല്ലെങ്കിൽ പച്ച കളറ് കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുന്നതും ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ഫലങ്ങൾ തരാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.